ഖബറിനകത്തുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇനി പറയുന്ന 4 നിബന്ധന അയാൾ പാലിക്കണം. ഒന്ന്, ത്വാഅത്തുൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ അമർ. ആ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം യാതൊരു നിലക്കും ഏറ്റക്കുറച്ചിലുകളില്ലാതെ അനുസരിക്കുന്നവനായി മാറണം. നിബന്ധനകളിൽ രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അമറ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു കാര്യമാണോ നമ്മളോട് പറഞ്ഞ് കൽപ്പിച്ചു തന്നതെങ്കിൽ അത് സത്യമാണെന്ന് അംഗീകരിക്കും. മൂന്നാമത്തെ നിബന്ധന ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം പാടില്ലെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിയെങ്കിലേ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് മറുപടി പറയാൻ പറ്റൂ. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്. നബി തങ്ങൾ പലിശ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ പലിശ കൊണ്ട് നടക്കുന്നവരാണോ? നമുക്ക് ഉത്തരം കിട്ടില്ല. കച്ചവടത്തിൽ എത്രയോ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, അത് പാലിക്കാത്തവനാണോ ഈ കൽപ്പനക്ക് അയാൾ എതിരാണ്. ഒരു ഭാര്യ എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക് ഇസ്ലാം പറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട്, അത് ലംഘിക്കുന്നവനാണോ അവൻ ഈ കൽപ്പനക്ക് പുറത്താണ്. അല്ലാഹുവിന്റെ ദീന് പറയുന്ന പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരാരുണ്ടോ ഈ ഖബറിനകത്തുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാകില്ല. നാലാമത്തെ നിബന്ധന അല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅഹു അലാ ലിസാനി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറണം. നമ്മൾ നമുക്ക് തോന്നിയ പോലെ സ്വലാത്ത് ഉണ്ടാക്കുക, നമ്മൾ നമുക്ക് തോന്നിയ പോലെ ഖബറാരാധനകൾ നടത്തുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഓരോന്നോരോന്ന് അങ്ങനെ കെട്ടിയുണ്ടാക്കി അങ്ങനെ ചെയ്തു കൂട്ടുക, ഇതിനൊക്കെ അള്ളാന്റെ ഇബാദത്തായി പരിഗണിക്കുക സാധ്യമല്ല, കൂലി കിട്ടൂല. നബി തങ്ങൾ ദീനായി പഠിപ്പിച്ചതിനെ പാലിച്ച് ശർആയി കൊണ്ടു നടന്നവൻക്കേ പരലോകത്ത് അല്ല ഖബറിനകത്ത് ഉത്തരം കിട്ടുകയുള്ളൂ.